KCB യൂണിയനുകൾക്കെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ബോർഡിലെ യൂണിയൻ ഭരണം അവസാനിപ്പിക്കണം. VD സതീശൻ സർക്കാർ ചങ്കൂറ്റം കാണിക്കണം. KCB എന്ന ഈജിയൻ തൊഴുത്ത് കഴുകി വൃത്തിയാക്കണം. ഊർജ്ജ പ്രതിസന്ധി കേരളത്തിന്റെ ഭാവിയിൽ കരിനിഴൽ വീഴ്ത്തും. BJP ഉൾപ്പെട്ട പ്രതിപക്ഷത്തെ ഒപ്പം കൂട്ടി പ്രതിസന്ധി പരിഹരിക്കണമെന്നും യോഗനാഥം എഡിറ്റോറിയൽ വെള്ളാപ്പള്ളിയുടെ വിമർശനം. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തുകൊണ്ട് KCB? മാധു, നേരത്തെ വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലി അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിൽ നേരത്തെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയിരുന്നു. ഇപ്പോഴിതാ യോഗനാഥത്തിലാണ് KCB കേരളത്തിന്റെ ശാപമോ എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ യോഗനാഥത്തിൽ എഡിറ്റോറിയലിൽ അങ്ങനെ ഒരു ലേഖനം വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നത്. അതിന്റെ കാതലായ വിമർശനമുള്ളത് സർക്കാരിനല്ല, ഉദ്യോഗസ്ഥ തലത്തിലെ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥത. അതായത് 44 നദികളുള്ള കേരളത്തിൽ 17% മാത്രം വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് പുറമെയുള്ള വൈദ്യുതിയൊക്കെ തന്നെ പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഒരു കാലത്ത് വലിയ പ്രതാപത്തോടെ നിന്ന കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗര ഊർജം അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അങ്ങനെ ജലത്തിൽ നിന്നും സൗരത്തിൽ നിന്നും ഒക്കെ തന്നെ ആ രീതിയിൽ ഊർജം ഉൽപ്പാദിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്ന കേരളം. പക്ഷേ ഇന്ന് ആ രീതിയിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഒരു മാസം ഉണ്ടായ വലിയ കനത്ത ലോഡ് ഷെഡിങ് കേരളത്തിലെ KCB ഉദ്യോഗസ്ഥരുടെ വലിയ അനാസ്ഥ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ KCB ഉദ്യോഗസ്ഥരെ പിടിച്ചു കെട്ടാൻ, അവരുടെ കൊമ്പ് മുറിക്കാൻ വേണ്ട ധൈര്യം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി VD സതീശൻ കാണിക്കണം. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള CPM ഒപ്പം തന്നെ നിയമസഭയടക്കം പ്രാതിനിധ്യമുള്ള BJP യെ കൂടെ പിടിക്കണം. അങ്ങനെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണത്. പ്രതിപക്ഷ പാർട്ടിയായ BJP യെ കൂടി ഒപ്പം ചേർത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണം.